ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് വീഡിയോ ആണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബോയ്സിന് പറ്റിയിട്ടുള്ള ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന മനു മോഹൻ എന്നൊരാളാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റെ എല്ലാ വീഡിയോയിലും സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളാണ്. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോസിലും എന്നെ നല്ല കട്ടയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. താങ്ക് യു സോ മച്ച്. അപ്പം ആൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ഞാൻ ചെയ്യുന്നത്. ബ്രൈറ്റനിങ് എഫക്റ്റ് തരുന്ന ഒരു ഫേസ് പാക്കാണ് കാണിച്ചിരുന്നത്. ബ്രൈറ്റനിങ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് വെളുത്ത് സായിപ്പിനെ പോലെ ആകും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സ്കിൻ ടോൺ എത്രയാണോ ആ ഒരു ടോണിന് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുറച്ച് നമ്മൾക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരു ടോൺ ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് തരും. അതിന് പറ്റിയ പാക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. നമുക്കപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മുടെ ഐസ് കട്ടകൾ വെക്കത്തില്ലേ, ഐസ് കട്ട വെക്കുന്നതിൽ ആണ് പാക്ക് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇഡലി ദോശ മാവുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ഇപ്പോൾ ജെൻസിനൊക്കെ ആണെങ്കിലും ഇങ്ങനെ പാക്ക് ഉണ്ടാക്കിയൊന്നും കഷ്ടപ്പെടാനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കത്തില്ല എന്നാണ് എനിക്ക് പൊതുവേ തോന്നിയിട്ടുള്ളത്. ഇനി പാക്ക് പൊതുവേ ഉണ്ടാക്കി ചെയ്യുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അല്ലാത്ത ആൾക്കാർ ഇതിങ്ങനെ പൊതുവെ ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് ദോശ ഇഡലി മാവ് ഞാനിങ്ങനെ ഐസ് ക്യൂബ്സ് ആയിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇതാണ് ഞാൻ നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പം തുണിയിലൊന്നും ഇട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാം. ഇത് ശരിക്കും ആ ബാറ്ററാണ്. ഈ ബാറ്റർ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തണുപ്പിച്ച് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് ഐസ് ക്യൂബ്സ് ആയിട്ട് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ പിമ്പിൾസോ അല്ലെങ്കിൽ വലിയ കാരകളൊക്കെ ഉണ്ടെങ്കിൽ ആ കാരകളൊക്കെ പൊങ്ങി വന്ന് നിൽക്കുവാണെങ്കിൽ ഈ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുമ്പം ഇതിങ്ങനെ തൊടുമ്പം അതൊന്ന് അമങ്ങുകയും ചെയ്യും. അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. പിന്നെ ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എനിക്കിഷ്ടമാണ്. നല്ല തണുപ്പ് മുഖത്തേക്ക് കിട്ടുന്നത് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടുകൂടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ശരിക്കും ദോശയുടെ ബാറ്ററായിട്ട് നമ്മൾ എടുക്കത്തില്ലേ, അങ്ങനെ തന്നെ വേണമെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഇങ്ങനെ തണുപ്പിച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവാണ്. പിന്നെ പറയാനുള്ളത്, ഇതിപ്പം ഗേൾസിന് എല്ലാവർക്കും അറിയാമായിരിക്കാം, പെണ്ണുങ്ങൾക്കും യൂസ് ചെയ്യാം കേട്ടോ, അതുകൊണ്ടാണല്ലോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഗേൾസിന് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ബാറ്റർ എങ്ങനെ ഉണ്ടാക്കുന്നത്. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അമ്മ, ഭാര്യ, പെങ്ങൾ അങ്ങനെ ആരും ഇല്ല, നിങ്ങൾ ബാച്ചലറായിട്ട് താമസിക്കുന്നവരാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതെങ്കിൽ മിക്കവർക്കും അറിയാമായിരിക്കും ദോശയൊക്കെ ഉണ്ടാക്കാൻ. എങ്കിലും ഞാൻ പറയാം, ഞാനിത് എടുത്തിരുന്നത് 1 ഗ്ലാസ് പച്ചരിയും 1/2 ഗ്ലാസ് ഉഴുന്നും, അതായത് ദോശ ഉണ്ടാക്കാനായിട്ടുള്ള മാവ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതിൽ 1 ഗ്ലാസ് പച്ചരിയും 1/2 ഗ്ലാസ് ഉഴുന്നും 1 സ്പൂണ് ഉലുവ ചേർക്കും. ഉലുവ ചേർക്കുന്നത് ദോശ നല്ല സോഫ്റ്റ് ആനായിട്ടാണ്. പിന്നെ ചേർത്തത് ചോറ് ചേർത്തിട്ടുണ്ടായിരുന്നു, 1 തവി ചോറും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് ഇഡലിക്കാണ് ഞാൻ അരച്ചത് കേട്ടോ. തരിതരിയായിട്ടുള്ള തരികളായിട്ടാണ് ഞാൻ അരച്ചത്. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും ഇഡലിക്ക് അങ്ങനെ ആയിരിക്കുക, ദോശയ്ക്കാകുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടായിരിക്കും. അപ്പം ഇഡലി ബാറ്ററാണിത്. ഇഡലി ബാറ്ററിൻ്റെ രീതിയിൽ അരച്ചിട്ട് ഞാൻ അപ്പം തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ ഒഴിച്ച് വെച്ചു. ഇത് പുളിപ്പിച്ചിട്ടില്ല, ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അരച്ചപ്പോൾ തന്നെ ഒരു 3-4 കട്ട എടുത്ത് ഇതുപോലെ ഐസ് ക്യൂബ് ആക്കി വെക്കാനായിട്ട് ഒഴിച്ചു വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇത് വീക്കിലി 3 ടൈംസ് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് ഡെയിലി ചെയ്യേണ്ട. ഡെയിലി ഫേസ് പാക്കൊന്നും ഫേസിൽ അപ്ലൈ ചെയ്യുന്ന അത്ര നല്ലതല്ല. പിന്നെ പൊതുവെ ചില ബോയ്സൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇപ്പം ഉള്ള കളറ് മതി, വെളുപ്പല്ലല്ലോ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോർമലി ഒരു സ്കിൻ ടോണിലുള്ള ഒരാൾ ഒരു 1-2 കളറ് ഇങ്ങനെ എന്തെങ്കിലും പാക്കൊക്കെ യൂസ് ചെയ്തിട്ട് കൂടുകയാണെങ്കിൽ അതാണോ നിങ്ങൾക്ക് സന്തോഷം? അതേസമയം ബോയ്സ് നല്ലപോലെ വെയിൽ കൊള്ളുന്നവരാണ്. ഞങ്ങൾ പെൺകുട്ടികളെ പോലെ സ്കാർഫ് ഒന്നും യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പം നിങ്ങളിങ്ങനെ വെയിൽ കൊണ്ടിട്ട് നിങ്ങളുടെ സ്കിൻ കളർ 1-2 കളർ താഴേക്ക് പോവുകയാണോ ചെയ്യുന്നതാണോ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത്? എപ്പോഴും നമ്മൾക്ക് നന്നായിട്ടിരിക്കുന്നതായിരിക്കത്തില്ലേ നമുക്ക് എപ്പോഴും സന്തോഷം. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. വെയിൽ കൊണ്ട് കരിവാളിച്ചൊക്കെ ഇരിക്കുന്ന ബോയ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റെമഡിയാണിത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഉറപ്പായി റിസൾട്ട് കിട്ടും. വീക്കിലി 3 ടൈംസ് മാത്രം ചെയ്താൽ മതി. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ആദ്യമായിട്ടാണ് എന്തെങ്കിലും ഫേസ് പാക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. നാച്ചുറൽ ആണെന്ന് പറഞ്ഞാലും നമ്മുടെ സ്കിന്നല്ലേ, നമ്മളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു പ്രാവശ്യം ഇട്ടാൽ ഒരു കാരണവശാലും റിസൾട്ട് കിട്ടില്ല കേട്ടോ. 2-3 തവണയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്ക് നോർമൽ റിസൾട്ട് കിട്ടും. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മുടെ വീട്ടിൽ ദോശ ഇഡലിയൊക്കെ മിക്കപ്പോഴും ഉണ്ടാക്കുക, ദോശ ഇഡലി ഉണ്ടാക്കാത്ത വീടുകളുണ്ടോ? അപ്പോൾ
മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കണമെന്നല്ലേ ഉള്ളൂ. പെൺകുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ്സിനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ബോയ്സൊക്കെ എൻ്റെ ബ്രദറായാലും ഹസ്ബൻഡൊക്കെ ആയാലും വെളിയിൽ പോയി കഴിയുമ്പോൾ അവർ ഷർട്ടും ടീഷർട്ടും ഒക്കെ അല്ലേ ഇടുന്നത്. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് പോയിട്ട് വരുമ്പോൾ തന്നെ ഇവരുടെ ഈ വെയിൽ കൊള്ളുന്ന ഭാഗം ഉണ്ടല്ലോ, ഇപ്പം ടീഷർട്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ട് കഴുത്തിൻ്റെ ഇവിടെ ഇത്രയും ഭാഗം പുറകിൽ ഒക്കെ നല്ല ടാനായിട്ട് നല്ല ഇരുണ്ട് ഇരിക്കുന്ന കാണാം. അപ്പോൾ അതൊക്കെ ഈ വെയിൽ കൊണ്ടിട്ട് വരുന്നത് അതൊക്കെ മാറി കിട്ടാനായിട്ട് ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ് കേട്ടോ. അപ്പം ആദ്യമൊക്കെ നിങ്ങൾ കൊണ്ടിട്ട് കൊടുക്കുമ്പം ഓടിക്കുമായിരിക്കും, പക്ഷേ 1-2 തവണ നിർബന്ധിച്ചിട്ട് കൊടുക്കുമ്പോൾ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവർ തന്നെ പാക്കൊന്നും ഇട്ട് തരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് കയ്യിലെല്ലാം ഇതൊന്ന് വാഷ് ചെയ്ത് കളയണം. അപ്പോൾ ഇത് ഒരു 15 മിനിറ്റ്സ് വെച്ചാൽ മതി കേട്ടോ, മാക്സിമം 20 മിനിറ്റ്സ്. അതിൽ കൂടുതൽ ഒട്ടും തന്നെ വെക്കേണ്ട. കഴുകുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് വേണം നമ്മൾ വാഷ് ചെയ്ത് കളയായിട്ട്. ഇത് ഉണങ്ങി കഴിയുമ്പോൾ എനിക്ക് പിന്നെ സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മളിപ്പം ഇതിൽ വേണമെങ്കിൽ നമ്മൾക്ക് മഞ്ഞപ്പൊടി, ടെർമറിക് പൗഡറില്ലേ നമ്മുടെ കിച്ചണിലുള്ള മഞ്ഞപ്പൊടിയോ കസ്തൂരി മഞ്ഞളോ ഒക്കെ യൂസ് ചെയ്യാം പെൺകുട്ടികളാണെങ്കിൽ. ആൺകുട്ടികൾ ഇടണ്ടെന്ന് എൻ്റെ അഭിപ്രായം. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കിന്നിലുള്ള ആ രോമങ്ങൾ കൊഴിഞ്ഞു പോകാനായിട്ട് കാണാവുന്നു. കാരണം എനിക്കങ്ങനെ തോന്നുന്നുണ്ട് മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പോകും എന്നെനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബോയ്സ് മഞ്ഞപ്പൊടിയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം, അതായത് നമ്മൾ ഇഡലി മാവിന് അരയ്ക്കുന്ന സാധനങ്ങൾ മാത്രം, ഇഡലി മാവിന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ അത് മാത്രം ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് നിങ്ങളുടെ ഫേസിൽ ഇട്ട് കൊടുത്താൽ മതി. താടി മീശ ഭാഗത്തേക്കൊന്നും, മീശയൊക്കെ താടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഭാഗത്തൊന്നും ഇടത്തില്ലോ. നിങ്ങൾ ഈ നെറ്റി ഈ ഒരു ഭാഗം നമ്മുടെ കാണുന്ന ഭാഗത്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ക്ലീൻ ഫേസ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഈ ഇത് റെമഡി കുഴപ്പമില്ല. മഞ്ഞൾ ചേർക്കുവാണെങ്കിൽ ഒരു കാരണവശാലും താടി ഇവിടോട്ടൊന്നും ചെയ്യണ്ട, എങ്ങാനും രോമം കൊഴിഞ്ഞു പോയാലോ കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇത് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്ഥിരം ചെയ്യുന്ന പാക്കൊക്കെ ആയതുകൊണ്ട് ഞാൻ ഓരോ പാക്കുകൾ എൻ്റെ ഫേസിൽ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റനിങ് ഫീല് കിട്ടാറുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിത് കിട്ടാൻ ചാൻസ് ഇല്ല. നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യണം. ഇപ്പം ഈ പറഞ്ഞ പാക്കായാലും ആഴ്ചയിൽ 3 തവണ ചെയ്ത് കഴിയുമ്പോഴത്തേന് നിങ്ങൾക്കൊരു മാറ്റം ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന ഓരോ പാക്കുകൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാൾ, നിങ്ങൾ സ്കിൻ കെയർ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാളാണ്, തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്താലും നാച്ചുറൽ ആയിട്ടുള്ള എന്ത് പ്രോഡക്റ്റ് നിങ്ങളുടെ സ്കിൻ ചെയ്താലും ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ്നൻസ് കിട്ടും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് സ്കിന്നിനെ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പെട്ടെന്നൊരു ദിവസം ചെന്ന് സ്കിന്നിന് ഇതെല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സ്കിന്നിനെ പേടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ഇത് അറിയാനായിട്ടും കുറച്ച് സമയം എടുക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു പോയായിരുന്നു, നമ്മൾ ഇതിനകത്ത് ഉഴുന്ന് ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഉഴുന്ന് ചേർക്കുമ്പോഴത്തേന് ഡ്രൈ സ്കിന്നുള്ളവർക്ക് കുറച്ചൊരു ഡ്രൈ ആകുന്ന പോലെ ഒരു ഫീൽ ചെയ്യുമായിരിക്കും. കാരണം ഉഴുന്ന് കുറച്ച് ഡ്രൈ ആക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു അലോവേര ജെല്ലോ എന്തെങ്കിലും ഒരു നല്ല മോയ്സ്ചറൈസർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മോയ്സ്ചറൈസർ എടുത്തിട്ട് നിങ്ങളുടെ സ്കിന്നിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ആ ഡ്രൈനെസ് മാറി കിട്ടും. അത് പേടിക്കാനൊന്നുമില്ല, സ്കിന്നൊരു ദോഷവും ഇല്ല. ഇത് കുറച്ചും കൂടെ കൂടുതൽ എഫക്റ്റീവായിട്ട്, അതായത് കുറച്ച് ഡ്രൈ ആക്കുന്ന ഒരു ടൈപ്പ് പാക്ക് ആയതുകൊണ്ട് ഓയിലി സ്കിന്നുകാർക്കാണ് ബെറ്റർ എന്നുള്ളത്. എന്ന് വെച്ച് ഡ്രൈ സ്കിന്നുകാർക്ക് ബെറ്റർ അല്ലെന്നല്ല. എൻ്റെ കുറച്ച് ഓയിലിയും കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ എനിക്കിതുവരെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇമെയിൽ ID-യും ഫേസ്ബുക്ക് ID-യും ഇൻസ്റ്റാഗ്രാം ID-യും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് കയറി ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് മെയിൽ അയച്ച് ചോദിക്കുക, ഇല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയച്ച് ചോദിക്കാം. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലിനായാലും മെസ്സേജിനായാലും എല്ലാത്തിനും റിപ്ലൈ തരുന്നതാണ്. അപ്പം നിങ്ങൾ അതെല്ലാം കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നാളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.